BJP സംസ്ഥാന നേതൃയോഗം ഇന്ന് തലസ്ഥാനത്ത് രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്ത് നേതൃയോഗം ചേരും. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ജില്ലാ അധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിലെ മുന്നേറ്റമടക്കം ചർച്ച ചെയ്യും. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, സർക്കാരിനെതിരായ സമരപരിപാടികൾ തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയാകും. വിനീഷ് ചേരുന്നു. വിനീഷ്, പറയൂ. രോഹിണി, ഇന്ന് BJPയുടെ സംസ്ഥാന നേതൃയോഗം പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ്. പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ, അഴിമതികൾ അഴിമതികൾ ഇത് സംബന്ധിച്ചുള്ള സമരകാര്യങ്ങളിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളും. ഒപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഘട്ടത്തിലേക്ക് കേരളം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കൂടുതൽ മേൽക്കൈ ലഭിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കും. NDA യോഗം, ഈ ഒരു നേതൃയോഗത്തിന് ശേഷം NDAയുടെ യോഗം ചേരാനുള്ള ഒരു തീരുമാനവും ഇന്നത്തെ നേതൃയോഗത്തിൽ കൈക്കൊള്ളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ടത് BJPയുടെ നേരത്തെ ജില്ലാ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിലേക്ക് സംഘടനാ തലത്തിലുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. അതിനുശേഷം ഇനി പ്രാദേശിക തലത്തിൽ ഏരിയ പ്രസിഡന്റുമാരെയും ഏരിയ സെക്രട്ടറിമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തും. ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനമായും BJP കാണുന്നത് വരുന്ന തെരഞ്ഞെടുപ്പായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പഞ്ചായത്തുകളിൽ മേൽക്കൈ സൃഷ്ടിക്കുക, കൂടുതൽ പഞ്ചായത്തുകളിൽ വിജയിച്ചു കയറുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് BJP ഇന്ന് രൂപം നൽകും. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ BJP തുടങ്ങിക്കഴിഞ്ഞു. നഗരസഭകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ കോർപ്പറേഷനിൽ മത്സരിക്കുന്ന കാര്യത്തിലൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ BJP ഇപ്പോൾ തന്നെ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ പഞ്ചായത്ത് ഇലക്ഷനുകളിൽ എങ്ങനെ BJPക്ക് മേൽക്കൈ സൃഷ്ടിക്കാം എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. ഏതൊക്കെ പഞ്ചായത്തിൽ ഏതൊക്കെ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് NDAയുടെ ഘടകകക്ഷിയായി നിൽക്കുന്നവർക്കൊക്കെ എങ്ങനെയൊക്കെ സീറ്റുകൾ വിഭജനം എന്നൊക്കെ കാര്യത്തിലുള്ള തീരുമാനത്തിലേക്ക് ഇന്നത്തെ നേതൃയോഗം കടക്കും. അത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ള ചർച്ചകൾ ഇന്നത്തെ നേതൃയോഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പിണറായി സർക്കാരിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ, നേരത്തെ പല ഘട്ടങ്ങളിലായി ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണച്ചു കൊണ്ട് BJPയുടെ നേതാക്കൾ സമരപന്തലിലേക്ക് എത്തുന്ന കാഴ്ച, പ്രത്യേകിച്ച് ആശാവർക്കർമാരുടെ പ്രശ്നം സംസ്ഥാനത്ത് വലിയ ചർച്ചയാകുമ്പോൾ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ അതിൽ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല. അതിനെതിരേക്ക് BJPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ BJP സംസ്ഥാന അധ്യക്ഷൻ മുഖ്യമന്ത്രിക്കെതിരേക്ക് ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ സംസ്ഥാനം കടന്നു പോകുന്നത്. ഒപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. അതിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ ചർച്ചയാക്കി കൊണ്ടുവന്നുകൊണ്ട് സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സജ്ജമാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് BJP സംസ്ഥാന നേതൃയോഗം പോകുന്നത്. അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ചയാകുന്നത്. ശരി വിനീഷ്, എന്തായാലും BJP നേതൃയോഗം ഇന്ന് തലസ്ഥാനത്ത് ചേരുമ്പോൾ വിവിധ വിഷയങ്ങളിൽ മേലായിരിക്കും ചർച്ചയുണ്ടാകുക. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.